Hello viewers, namaste. Welcome back to my video. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സ്റ്റോക്ക് ട്രേഡിംഗ്, സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ നമ്മുടെ സോഫ്റ്റ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാമെന്നാണ്. അപ്പം എൻ്റെ പേര് ഗംഗ. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇന്നത്തെ മാർക്കറ്റിലാണ്. അപ്പം നിങ്ങൾക്കിത് ലൈവായിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ വിളിക്കുക 9061973737. ഈ നമ്പർ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പോണ്. നിങ്ങൾക്ക് കോൾ ചെയ്യാം, മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വീഡിയോ എടുത്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ എൻ്റെ വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഇട്ട് ക്ലിക്ക് ചെയ്യുക, ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാം. അപ്പം ഇത് നമ്മൾ 2009 ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ. നമ്മൾ വേർഷൻസ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. ഇത് നമ്മൾ ലേറ്റസ്റ്റ് വേർഷനാണ് 8.1. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പുതിയൊരു വേർഷനോടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിനും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് സ്റ്റോക്ക് ട്രേഡിംഗ്, ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ ഓപ്ഷൻ ചെയ്യാം. അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസ് ഉണ്ട്, കമ്മോഡിറ്റീസ്, ഫോറക്സ്, എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റും ഒരു സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് കാണാം. ഒരേ സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇൻട്രാഡേ സ്കാൽപ്പിംഗ്, സ്വിംഗ് ട്രേഡിംഗ്, അതനുസരിച്ച് നമുക്ക് ടൈം ഫ്രെയിം മാറ്റി കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് സോഫ്റ്റ് സിഗ്നൽസ് കാണിച്ചു തരും. അപ്പോൾ ഇത് ഞാനൊരു എക്സാമ്പിളിനായി എടുത്തു വെച്ചിരിക്കുന്ന ബജാജ് ഓട്ടോയുടെ ചാർട്ടാണ്. ബജാജ് ഓട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് മാർക്കറ്റ് റേറ്റ് 4245. ഇതാണ് റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ. ഇന്നത്തെ വൈറ്റ് വെർട്ടിക്കൽ ലൈനില്ല, അത് ഡേ സെപ്പറേഷൻ ലൈനാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ആദ്യം വന്നൊരു സെല്ലാണ്, റെഡ് ഡൗൺ ആയ സെല്ലാണ്, അതുപോലെ ഗ്രീൻ അപ്പാരോ ബൈ ആണ്. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഈ സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ്വെയർ നമുക്ക് ഇതുപോലെ ഇൻഡിക്കേഷൻ കാണിച്ചു തരും, അലർട്ട് മെസ്സേജ് ഒരു ഇൻഡിക്കേഷൻ കാണിച്ചു തരും. അതിനകത്ത് എഴുതി വരും ഏത് റേറ്റിൽ നമ്മൾ ബൈ എടുക്കണം, സെൽ എടുക്കണം, നമ്മൾ എത്ര ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടാലും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വരും. സെയിം നമ്മൾ മേളിൽ നോക്കി 4282 11:45 ഇന്നത്തെ ഡേറ്റ്, ഇത് 17-ാം തീയതിയാണ്, 17 ഏപ്രിൽ നമുക്ക് സെല്ല് കാണിച്ചു തന്നു. അപ്പോൾ ഈ സിഗ്നൽ ഇപ്പം മാർക്കറ്റ് നിങ്ങൾക്ക് നോക്കാൻ അറിയാൻ പറ്റും, ഓൾറെഡി കയറിക്കൊണ്ടിരിക്കുക, റിവേഴ്സ് ട്രെൻഡിലോട്ട് പോകണം. ഓൾറെഡി സോഫ്റ്റ്വെയർ നമ്മൾ തന്ന ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് സോഫ്റ്റ്വെയർ സിഗ്നൽ തരുമ്പം എല്ലാത്തിലും കയറി നമ്മൾ ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല, എല്ലാ സിഗ്നലും കൺഫേം ആയിരിക്കത്തില്ല. അപ്പോൾ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്, അത് കൺഫേം ആണെന്ന് ചെക്ക് ചെയ്യണം. അതിൻ്റെ ഓപ്ഷൻ സോഫ്റ്റ്വെയർ തന്നെയുണ്ട്. കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു സെല്ല് വന്നിരിക്കുന്നത് ഈ ക്യാൻഡിലല്ല. അപ്പം നമ്മൾ പക്ഷേ എൻട്രി ചെയ്യേണ്ടത് എപ്പോഴും സെക്കൻഡ് ക്യാൻഡിലാണ്. കാരണം നമ്മൾ എൻട്രി പോയിന്റ് അത് 82.20 സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസാണ്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ എൻട്രി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ സെക്കൻഡ് ക്യാൻഡിൽ തൊട്ട് താഴെ നിങ്ങൾ നോക്കിയൊരു ബാർ കാണാൻ പറ്റും. ആ ബാർ റെഡ് ആയിരിക്കണം, പ്രൈസ് ഇവിടെ സെൽ സോൺ ആയിരിക്കണം. അതായത് സെക്കൻഡ് ക്യാൻഡിലെ താഴത്തെ ബാർ റെഡ് ആയിരിക്കണം, പ്രൈസ് ഇവിടെ സെൽ സോൺ ആയിരിക്കണം. അതാണ് നമ്മൾ രണ്ട് കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഓൺലി 2 കൺഫർമേഷൻ ഉള്ളു. ആരോ വരണം, ആരോ ഇസ് എ സിഗ്നൽ. അത് കഴിഞ്ഞ് നമുക്ക് 2 കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് നിങ്ങളുടെ പ്ലാറ്റ്ഫോം ഏതാണ്, ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോം, അതിൽ തന്നെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് എല്ലാം താഴെ തന്നെ വരും. നമുക്ക് 82-ൽ നിന്ന് 72 ആയിരുന്നു ആദ്യത്തെ ടാർഗറ്റ്, 65, 57 3 ടാർഗറ്റും ഇറങ്ങി അടിച്ച് നല്ല രീതിയിൽ മാർക്കറ്റ് നല്ല ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ മേളിലോട്ട് മാർക്കറ്റ് അപ്പ് ട്രെൻഡിലോട്ട് പോകണം. പക്ഷേ നമുക്ക് ഇതുവരെ ബൈ കിട്ടിയിട്ടില്ല. ബൈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്ത ശേഷം ബൈ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ കൺഫർമേഷൻ സ്ട്രാറ്റജി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന മാർക്കറ്റുകളാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പം കാണിക്കുന്ന ഇക്വിറ്റീസ് ആണ്, ഇത് ഫ്യൂച്ചേഴ്സ് ആണ്. അതുപോലെ നമുക്ക് ഇൻ്റർനാഷണൽ കമ്മോഡിറ്റീസ് ഉണ്ട്, ഫോറിൻ കറൻസീസ് ഉണ്ട്, ഇന്ത്യൻ കറൻസീസ് ഉണ്ട്, ക്രിപ്റ്റോയുടെ മേജർ കറൻസീസ് എല്ലാം ഇതിനകത്ത് ഒരേ സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും. ഇത് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ്, ഇത് നിഫ്റ്റിയുടെ ചെയിനാണ്, അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ചെയിൻ, ഇതെല്ലാം നമുക്ക് ഒരേ സ്ട്രാറ്റജിയിൽ ഫോളോ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്നത്. ഇത് പ്രഡിക്ഷനും കാര്യങ്ങളും ഒന്നുമല്ല, ഇത് റിയൽ ടൈമിൽ വർക്ക് ചെയ്ത് നമുക്ക് സിഗ്നൽസ് കാണിച്ചു തരുന്നത്. അപ്പം നമുക്കത് കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 80-90% അക്യൂറസി എങ്ങനെയാണെങ്കിൽ കിട്ടും. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ ലൈവിൽ തന്നെയാണ് ക്യാപ്ചർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ലൈവ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ലൈവിൽ കാണിച്ചത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ബാക്കി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ബാക്കി പറഞ്ഞു തരും. നമുക്ക് ട്യൂട്ടോറിയൽ വീഡിയോസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഓഫീസ് വരുന്നത് ആലപ്പുഴ ജില്ല ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്താണ്. നിങ്ങൾക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ തന്നെ നമ്മളിതെല്ലാം പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് കൂടെ കാണിച്ചെടുത്തുണ്ട്. ഈ ഒരു റെഡ് സ്റ്റാർ കാണുന്നുണ്ട്, അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. ബ്ലൂ സ്റ്റാർസ് ആണ് സപ്പോർട്ട് ലെവൽ. അതുപോലെ തന്നെ മേളിലൊരു യെല്ലോ ലൈനും ഉണ്ട്, താഴത്തൊരു ബ്ലൂ ലൈനും ഇല്ല. അത് റേഞ്ചിനെ മാർക്കറ്റിൻ്റെ റേഞ്ചിനെ കാണിക്കുന്നതാണ്. അതുപോലെ നമുക്ക് സൈഡ് ഇൻഡിക്കേഷൻ സോഫ്റ്റ് പറഞ്ഞു തരും. നോർമൽ നമ്മുടെ ക്യാൻഡിൽ കളർ, ഇത് ആക്ച്വലി ക്യാൻഡിലല്ല ബാർ ചാർട്ടാണ്. നിങ്ങൾക്ക് ഇത് ക്യാൻഡിൽ സ്റ്റിക്കിലോട്ട് മാറ്റണമെങ്കിൽ മാറ്റാം. ബാർ ചാർട്ടിൻ്റെ ഫെസിലിറ്റി എന്താണെന്ന് വെച്ചാൽ നോർമൽ നമ്മുടെ കളർ റെഡും ഗ്രീനും ആണ്. ഈ റെഡും ഗ്രീനും അല്ലാതെ വരുന്ന എല്ലാ കളേഴ്സ് സൈഡ് ഇൻഡിക്കേഷൻ. അപ്പോൾ സൈഡ് വേസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ സ്ട്രാറ്റജിയിൽ അത് കളർ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ മാർക്കറ്റ് സൈഡ് വേ എന്നുള്ളത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് കയറി, പക്ഷേ താഴത്തെ നമ്മുടെ ബാറിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ലല്ലോ. താഴത്തെ ബാർ നമ്മുടെ കൺഫർമേഷൻ ബാർ, ആ ബാർ എപ്പോൾ റെഡാണ്, അതിൻ്റെ അടുത്ത മാർക്കറ്റ് ഇനി ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്നാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഇതിൻ്റെ കൂടെ നമ്മളൊരു സ്കാനറും കൂടെ ഉണ്ട്. നമ്മൾ പറയുന്നുണ്ട് സ്കാനർ നിങ്ങൾ സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ഈ സ്കാനർ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരേ വിൻഡോയിൽ നമുക്ക് ഇതിനകത്ത് 100 വരെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റുന്ന മാർക്കറ്റ് ഇപ്പം 3 ഗ്രീൻ ആരോ ആണെങ്കിൽ അപ് ട്രെൻഡ് ആണെന്ന് അർത്ഥം. അതുപോലെ 2 റെഡ് ആരോ എന്ന് വെച്ചാൽ അവിടെ മേജർ ട്രെൻഡ് ഡൗൺ ആണ്, അതിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റ് കയറുന്നുണ്ട്. സൈഡ് വേസ് ആ ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റിൽ സൈഡ് വേണമെങ്കിൽ എല്ലാം നമുക്ക് ഇതുപോലെ കാണിച്ചു തരും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഇന്നത്തെ ലൈവിലാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ലൈവ് കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.